നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 569 569. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 569. കഴിഞ്ഞ എപ്പിസോഡിൽ ലീലാകാന്ഡത്തിൽ ശ്രീകൃഷ്ണ കഥാമൃതം ലീലാകാന്ഡത്തിൽ 61-ാം സർഗം വർഷകാല വർണ്ണനം. അതിൽ 15-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. താണമാർഗത്തിൽ നീർ തെങ്ങി നിന്നിടുന്നു, വിനീതരെ കടന്നു ചെന്നാക്രമിക്കും ജഡന്മാരെന്ന പോലവേ ബുദ്ധിശൂന്യന്മാരായിരുന്ന കഴുതകളുടെ ഗുണമുള്ള ആൾക്കാർ സംശുദ്ധ ഭക്തിമാർഗത്തിൽ നടക്കുന്ന ആൾക്കാരെ പരിഹസിച്ചു എന്ന് വരും. അതുപോലെയാണ് താണ നിലത്ത് വെള്ളം കൂടി നിൽക്കുക എന്ന് പറയും. ആൾക്കാരെ വഴി നടക്കാൻ സമ്മതിക്കില്ല. ഇന്ന് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ്, ഒരാൾ സംഭവം ഇൻ തൃശ്ശൂർ, ഐ തിങ്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് തോന്നുന്നു. വലിയ പറമ്പാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഒരുപാട് കുടുംബക്കാർ ആ പറമ്പ് കൂടെ വഴി നടക്കാറുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നു. എങ്ങനെ അനുമാനിച്ചത്? അതിൽ ഒരു ഫ്ലക്സ് കെട്ടിവെച്ചിട്ടാണ്, ഈ പറമ്പിൽ കൂടെ ആരും വഴി നടക്കരുത്. ഫ്ലക്സാണ്. അപ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ്. വലിയ വെള്ളപ്പൊക്കം അവിടെ, 4 ഭാഗത്തു നിന്നും കുത്തി ഒഴുകുന്ന വെള്ളപ്പോൾ ആ പറമ്പിൽ മുഴുവൻ. മേ ബി ഏക്കേഴ്സ് ഓഫ് ലാൻഡ്. നാച്ചുറിന് ഇതാരുടെയാന്ന് വല്ല കാര്യം അറിയേണ്ട ആവശ്യമുണ്ടോ? വെള്ളത്തിന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ എന്തിനാണ് അഹങ്കരിക്കുന്നത്? അഹങ്കാരം പാടില്ല. വസ്തുക്കൾ ഉണ്ടാകുമ്പോഴും സമ്പത്ത് വരുമ്പോഴും അറിവ് കൂടുമ്പോഴും. അപ്പോൾ വിനീതന്മാരായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, താണമാർഗത്തിൽ നീർ തിങ്ങി നിന്നിടുന്നു, വിനീതരെ കടന്നു ചെന്നാക്രമിക്കും ജഡന്മാരെന്ന പോലവേ. അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് 16-ാമത്തെ ശ്ലോകമാണ് തുടങ്ങേണ്ടത്. ആ 16-ാമത്തെ ശ്ലോകം, ഇടിയൊച്ചയിൽ മോദിച്ചു മിക്ക വിദ്യാർത്ഥിവർഗവും. അല്ലേ, കുട്ടികൾക്ക് അതൊരു രസാനുഭൂതിയാണ്. ഇടിയൊച്ചയിൽ മോദിച്ചു മിക്ക വിദ്യാർത്ഥിവർഗവും, കലികാലത്തു നേതാവിൻ മരണം കേട്ട പോലവേ. എന്താ അങ്ങനെ പറയാൻ കാരണം? കലികാലത്ത് നേതാവിൻ മരണം കേട്ട പോലവേ. ഇത് താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരുടെ ഒരു അഡീഷനാണ്. എന്താ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നേതാക്കന്മാരെ പറ്റി ബോധമില്ലാത്ത അണികൾ ദുഃഖിക്കുന്ന പോലെ എന്ന് പറയണം. ഒരു നേതാവ് അല്ലെങ്കിൽ വേറൊരു നേതാവ് വരും. നേരെ മറിച്ച് സൽഗുണസമ്പന്നനായ ഒരു നേതാവാണെങ്കിൽ ദുഃഖിക്കാൻ പറയില്ല. കാരണം എന്താ? അദ്ദേഹം ചെയ്ത കർമ്മം കൊണ്ട് അദ്ദേഹം ആചന്ദ്രതാരന്മാർ, അതായത് സൂര്യനും നക്ഷത്രങ്ങളും ഉള്ള കാലം വരെ അവരുടെ പേര് കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, കലികാലത്തു നേതാവിൻ മരണം കേട്ട പോലവേ പാടങ്ങളിൽ മുളച്ചിടും കള നീക്കുന്നു കർഷകൻ. ഇതൊക്കെ നമ്മൾക്ക് ഉപദേശങ്ങളാണ്. പാടങ്ങളിൽ മുളച്ചിടും കള നീക്കുന്നു കർഷകൻ, പുണ്യവാനുള്ളിലുളവാം ദുഷ്ടവാസന പോലവേ. പാടങ്ങളിൽ മുളച്ചിടുന്ന കളകൾ മാറ്റിയിട്ടില്ലെങ്കിൽ നെൽക്കതിരിന് പോഷിപ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പാടങ്ങളിൽ മുളച്ചിടും കള നീക്കിയിടുന്നു കർഷകൻ, പുണ്യവാനുള്ളിലുളവാം ദുഷ്ടവാസന പോലവേ. കാരണം ഗുണവാന് ദുഷ്ടവാസനകളാകുന്ന കളകളെ പറിച്ചു കളയാൻ എളുപ്പമാണ്. നേരെ മറിച്ച് 100% ദുഷ്ടവാസനയുള്ള ഒരു ശുദ്ധ കശ്മലനെ സംബന്ധിച്ചിടത്തോളം ആര് നിരീച്ചാലും നിവർത്തില്ല.
അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തല്ലുകൊണ്ട് നേരാവിൻ്റെ വേണം, പദം വരണം. അപ്പോൾ മാത്രമേ ദുഷ്ടവാസനകൾ ഇല്ലാതെ ഉണ്ടാവൂ. അടിയിൽ മീതെ ഒരു ഒടിയില്ല എന്നൊരു പ്രമാണമുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ അടുത്തത്, തൊടിയെങ്ങും പരക്കുന്നു തൊട്ടാവാടികളെത്രയും. ഞാനിന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ പേരക്കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെടി, ഈ തൊട്ടാവാടിയുടെ ചെടി ഞാൻ നട്ടു വളർത്തി. അത് പടർന്ന് പന്തലിച്ച് ഇപ്പോൾ അവൾ പോകുമ്പോൾ പറഞ്ഞു, അമ്മച്ചാ അത് ഇനി കളഞ്ഞോളൂ, കാരണം എന്താ, അല്ലെങ്കിൽ തൊടിയിലേക്ക് എടുത്ത് വെച്ചോളൂ. എൻ്റെ ടച്ച് മീ നോട്ട് എന്ന് പറഞ്ഞാൽ ചിരിക്കേണ്ട അല്ലെങ്കിൽ കളിക്കേണ്ട കാലം കഴിഞ്ഞു. ഷീ 8 years now. ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. എങ്ങനെയായാലും ഇന്ന് അവൾ 3-ാം തീയതി പോയി, ഇന്ന് ഞാൻ അതിനെ എടുത്ത് സ്ഥലം നേരാക്കി. അപ്പോൾ ഈ ടച്ച് മീനോട് എന്നെ തുടരുത്, അതാണ് തൊട്ടാവാടി എന്ന് പറഞ്ഞത്. അപ്പോൾ തൊട്ടാവാടി ആരും വളർത്തേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ പറമ്പുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാവും, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് തൊടിയെങ്ങും പരക്കുന്നു തൊട്ടാവാടികൾ അത്രയും. അതേമാതിരി തന്നെ ഈ കടിത്തുവ കയ്യിലും കാലിലൊക്കെ കൊണ്ടാൽ ചൊറിയും. അതാരും നടന്നതല്ല, അത് പ്രകൃതിയിലുള്ളതാണ്. പ്രകൃതിയിലെ കലികാലധർമ്മങ്ങൾ തന്നെത്താനെന്ന പോലവേ കലികാലധർമ്മങ്ങളായിരിക്കുന്ന അധർമ്മങ്ങൾ, കണ്ടുകൂടായ അസൂയ, നീരസം മുതലായവ ഒക്കെ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ കാമക്രോധ മത മത്സര ലോഭാദികൾ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ വളർന്നോളും, മഴ നട പെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ തൊടിയെങ്ങും പരക്കുന്നു തൊട്ടാവാടികളെത്രയും കലികാലധർമ്മങ്ങൾ തന്നെത്താനെന്ന പോലവേ. അത് കഴിഞ്ഞിട്ട് പറയണു, പലേ വഴിക്കും ഒഴുകിത്തുടങ്ങി കാട്ടുചോലകൾ. അങ്ങനെയല്ലേ, മഴ പെയ്താൽ കാട്ടിൽ, കുന്നൻ പ്രദേശത്ത്, മലം പ്രദേശത്തൊക്കെ എണ്ണിയാൽ തീരാത്ത അത്ര അരുവികൾ കാണും. കാരണം എന്താ, എവിടെയാണ് ഒരു ഇടുക്ക് കിട്ടുക, അതിനെ നീർച്ചാലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് തുടക്കത്തിൽ ചെറുതായിരിക്കും, കുറച്ചുകൂടി താഴത്തേക്ക് പോകുന്തോറും അത് വലുതായിട്ട് വലിയ തോടുകളാവും, നദികളായിട്ട് മാറും. അപ്പോൾ പലേ വഴിക്കും ഒഴുകി തുടങ്ങി കാട്ടുചോലകൾ ക്ഷുദ്രമർത്യൻ്റെ ദേഹേന്ദ്രിയാദി സമ്പത്ത് പോലവേ. അതെങ്ങനെയാ? ക്ഷുദ്രമർത്യൻ്റെ, ക്ഷുദ്രതയുള്ളവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ, സാഡിസ്റ്റ് ലോകം എന്ന് പറയാം ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നവരെ നുള്ളി നോവിക്കുന്നവരെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ക്ഷുദ്രമർത്യൻ്റെ ദേഹേന്ദ്രിയാദി സമ്പത്ത് പോലവേ, അവൻ്റെ സമ്പത്താണത്, അല്ലേ? നറുമ്പൂക്കൾ വിരിഞ്ഞെങ്ങും പല വർണ്ണത്തിൽ മഞ്ഞിടം. ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? ഭഗവാൻ തത്തിക്കളിക്കുന്ന വൃന്ദാവനത്തിൽ ഈ മഴ പെയ്യുമ്പോഴത്തെ അവസ്ഥയാണ് പറഞ്ഞത്. നറുമ്പൂക്കൾ വിരിഞ്ഞെങ്ങും പല വർണ്ണത്തിൽ മഞ്ഞിടം വിളങ്ങി വസ്ത്രാദികളാൽ വെറും ഗ്രാമീണർ പോലവേ. ഈ ഭൂമിക്ക് വസ്ത്രം ഏതാ? പുല്ലുകളാണ് അല്ലെങ്കിൽ ചെടികളാണ്. അതിലുള്ള ഡിസൈൻസാണ് ഈ പ്രകൃതി. ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അലങ്കാരമായിട്ടുള്ളത്. നറുമ്പൂക്കൾ വിരിഞ്ഞെങ്ങും പല വർണ്ണത്തിൽ മഞ്ഞിടം വിളങ്ങിയെന്നാണ്. അപ്പോൾ വസ്ത്രാദികളാൽ വെറും ഗ്രാമീണർ പോലവേ. അവർക്ക് ഈ ഗ്രാമീണർക്ക് വസ്ത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ കൊന്ന പൂവും ചെമ്പരത്തിയൊക്കെ പ്രിൻ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതേപോലെ അവർ സന്തുഷ്ടന്മാരാണ്. അവരെ കാണുന്ന വിവരമില്ലാത്ത ആൾക്കാർ പറയും എങ്ങനെ, ഓ അവരുടെ ഒരു പത്രാസത്ര അല്ലേ. പക്ഷേ വ്യാസർ അത് വളരെ കമനീയമായ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. വിളഞ്ഞ വയൽ ആഹ്ലാദം കർഷകർക്കേകി. ഒരു പ്രസ്താവനയാണ്. വിളഞ്ഞ വയൽ ആഹ്ലാദം കർഷകർക്കേകി. എത്രയും അഭിമാനിച്ചു മടി പൂണ്ടിരുന്നോർക്ക് അനുതാപവും. എന്താണ് അർത്ഥം? ഈ വിളഞ്ഞ വയൽ ആഹ്ലാദം കർഷകർക്കേകി. കർഷകർ 2 തരമുണ്ട്. ആരൊക്കെയാ? എത്രയും അഭിമാനിച്ചു, അവർ, അതായത് ഉത്സാഹം ലഭതേ കാര്യം എന്ന് പറഞ്ഞ് ശ്രമിച്ചവരൊക്കെ അഭിമാനിച്ചു. പക്ഷേ മടി പൂണ്ടിരുന്നവരോ,
ഇപ്രാവശ്യം മഴ കിട്ടുമോ അറിയില്ല, ഉണങ്ങി പോവും അറിയില്ല, വിത്ത് നഷ്ടം വരുമെന്ന് അറിയില്ല. ഇങ്ങനെ 100 നെഗറ്റിവിറ്റി കൊണ്ട് വിതച്ചില്ല അല്ലെങ്കിൽ നട്ടില്ല വിചാരിക്കുക. അവർ ഉത്സാഹം കൊണ്ട് നട്ടിട്ട് അത് 100 മേനി കണ്ടാൽ അവർക്ക് എന്താ ഉണ്ടാവുക? അനുതാപം. അവരുടെ ഒരു ലക്ക് നമ്മളൊക്കെ ചെയ്യായിരുന്നു. എപ്പോഴും പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കണം, പ്രകൃതിയെ വന്ദിക്കാൻ അറിയണം. അതുകൊണ്ടാണ് മടി പൂണ്ടിരുന്നോർക്ക് അനുതാപവും ചരാചരങ്ങളകിലും ശോഭിച്ചു വൃഷ്ടിയാൽ. ചരാചരങ്ങൾ ചരിക്കുന്നതും ചരിക്കാത്തതുമായ ചരാചരങ്ങൾ അഖിലം ശോഭിച്ചു പുതുവൃഷ്ടിയാൽ. നല്ല മഴ കൊണ്ട്, പുതിയ മഴ കൊണ്ട് അവർ ശോഭിച്ചു. ഭഗവത് ശരണാംഭോജ ഭക്തിയാൽ മർത്യർ പോലവേ. ഈ ഭക്തി ഇങ്ങോട്ട് നേരായിട്ട് അനുഭവങ്ങൾ ഗുരു ആയി എണ്ണാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ആഹ്ലാദത്തിമുറുപ്പുണ്ട്. ഞാനൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അത് നിർബന്ധമായിട്ടും നിർവിശേഷം എന്ന് പറഞ്ഞാൽ വിശേഷമല്ല എന്ന് തോന്നുന്ന രീതിയിൽ നിരന്തരമായിട്ട് വരാൻ തുടങ്ങിയാൽ ഉള്ളിലെ പ്രാർത്ഥന കൂടും. എങ്ങനെ? ചതിക്കരുതേ ഭഗവാനെ, ഈ ഒരു ഫ്ലോ നിൽക്കരുതേ, ഞാൻ വിനയാന്വിതനായിട്ട് അങ്ങയുടെ തിരുപാദപത്മങ്ങളിൽ അഭയം പ്രാപിച്ച് നെഗറ്റിവിറ്റി കാര്യങ്ങൾ ചെയ്യില്ല, അത് ചെയ്യാൻ തോന്നിക്കരുതേ എന്ന് കൂടി പ്രാർത്ഥിക്കണം. അതാണ് ചരാചരങ്ങളകിലം ശോഭിച്ചു പുതുവൃഷ്ടിയാൽ ഭഗവത് ശരണാംഭോജ ഭക്തിയാൽ മർത്യർ പോലവേ. നദിതൻ ചേർച്ചയാൽ പെട്ടെന്നാർത്തിരമ്പി മഹാർണവം. അല്ലേ? നദിതൻ ചേർച്ചയാൽ പെട്ടെന്ന് ആർത്തി തിരമ്പി മഹാർണവം. സമുദ്രം, കടൽ, അല്ലേ? അങ്ങനെയാണല്ലോ പറയാം. നദിതൻ ചേർച്ചയാൽ, മഴക്കാലത്ത് നദി കുത്തി ഒലിച്ച് അറേബ്യൻ സമുദ്രത്തിലേക്ക് കടക്കുമ്പോൾ വേനൽക്കാലത്ത് തലനാരിഴ പോലെ കണ്ടിട്ടുള്ള ഒഴുക്ക് ഇവിടെ ഹിമവൽ പർവ്വതം പോലെ വലുതായിട്ട് തോന്നും. അപ്പോൾ ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒക്കെ പിന്നെ ഇതിൻ്റെ ഫോഴ്സ് പോയി എന്ന് വരും. പ്രത്യേകിച്ച് ഗംഗ, ബ്രഹ്മപുത്ര എന്നുള്ള നദികളൊക്കെ. കാരണം ഈ ബ്രഹ്മപുത്ര നദികളിൽ കൂടെ വലിയ പിന്നെ ഷിപ്പാണ് ഓടണത്, ട്രാൻസ്പോർട്ടേഷന്. 3-4 നിലയുള്ളത്. അപ്പോൾ അത്രയും താഴത്തേക്കും വേണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞത് നദി തൻ ചേർച്ചയാൽ പെട്ടെന്ന് ആർത്തിരമ്പി മഹാർണവം അബക്ക യോഗിതൻ ചിത്തം സ്ത്രീ സംഘം പൂണ്ട പോലവേ. ഞാൻ വെറുതെ പറയല്ല. 8, 10, 12 വയസ്സിൽ ഈ ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതുമായിട്ടുള്ള ഭാഗവതം, അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ വായിച്ച ശ്ലോകം ഒരു 1.5 ശ്ലോകമാണ്. എടുത്താൽ പൊന്തില്ല. എന്താണ്? അബക്കയോഗി തൻ ചിത്തം. പക്വത വരാത്ത യോഗി, പക്വത വരാത്ത ഭക്തിമാൻ, അല്ലെങ്കിൽ പക്വത വരാത്ത രാഷ്ട്രീയക്കാരൻ, അങ്ങനെയും പറയാം. സ്ത്രീസംഘം പൂണ്ട പോലവേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ മലയാളത്തിൽ ചൊല്ലുണ്ട്, പുന്നെല്ല് കണ്ട എലിയെ പോലെ. എലി എപ്പോഴും പല്ലിളിക്കും. എന്താ? സന്തോഷം കൊണ്ടാ. പുന്നെല്ല് കടിക്കാൻ എളുപ്പമില്ലല്ലോ. നെല്ല് ഉണങ്ങും തോറും എങ്ങനെയാണ്? അത് കനം വേണം, പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് എലി തിന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉമി കളയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ശരിക്കും നെല്ലിൻ്റെ ഉള്ളിൽ എന്താ? ഒരുതരം പാലാണ്. ആ പാല് ഉണങ്ങിയിട്ടാണ് അരിയാവണത്. അത് ഈ കൃഷിയായിട്ട് ബന്ധമുള്ള കാലത്ത് ഞാൻ മനസ്സിലാക്കി. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതിനുള്ള സന്ദർഭമില്ല. അപ്പോൾ പണ്ടൊക്കെ വയലേലകളിൽ നെല്ല് മടങ്ങാൻ തുടങ്ങും ഈ കതിരിൻ്റെ കനം കാരണം. അപ്പോൾ നമ്മളിങ്ങനെ ഊരിയാൽ കയ്യിൽ മുറിയാവാതെ കണ്ട് എടുക്കാൻ കിട്ടും. അത് വായലിട്ട് ചവച്ചാൽ ഈ തേങ്ങാപ്പാൽ പിന്നെ എന്താ പറയുക, നല്ല വളഞ്ഞ തേങ്ങ എടുത്ത് ചവച്ചാൽ എത്ര വേഗം പാല് കിട്ടും അതേമാതിരി ഉണ്ടാവുക.
നേരെ മറിച്ച് നെല്ല് മൂത്താൽ കൈകൊണ്ട് എടുക്കാൻ പറ്റില്ല. എന്താ, അത് കയ്യിനെ മുറിക്കും, അത്രയും കൂർമ്മയാണ്, പിന്നെ ഷാർപ്പാണ് ആ ഉമികൾ. അപ്പോൾ ഇതെല്ലാം സത്യത്തിൽ ഈ പ്രകൃതിയുടെ രമണീയത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഇന്ന് പ്രകൃതിയുടെ ക്ഷോഭം മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ ആൾക്കാർ. അപ്പോൾ അപക്വയോഗ്യതൻ ചിത്തം സ്ത്രീസംഗം പൂണ്ട പോലവേ എന്ന് പറഞ്ഞാൽ സ്ത്രീസംഗം ഉണ്ടായില്ല ചിത്തത്തിൽ, മനസ്സിൽ. ഈ ഒരു 12 വയസ്സ് മുതൽ ഒരു 18-20 വയസ്സ് വരെ പെൺകുട്ടികളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു 16 വയസ്സ് മുതൽ 20-22 വയസ്സ് വരെ ആൺകുട്ടികളെ നിയന്ത്രിക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ മനസ്സ് അവരുടെ കയ്യിലാവില്ല. ഇത് നമ്മൾ സമൂഹത്തിനോട് ഭാഗവതത്തിൻ്റെ മാധ്യമത്തു കൂടി ഉദാഹരണ സഹിതം പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല. 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ വേണം പറഞ്ഞിട്ട് ചിലവർ പിന്നെ കൂവി നടന്നേതൊരു കാലത്ത്. എന്നാൽ ഇന്ന് നടക്കുന്ന തോന്നിവാസം ഒരു ഉദാഹരണം പറയാം. ഇന്ന് വാട്സപ്പിലൊരു ന്യൂസ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടി അവൻ്റെ ഗേൾ ഫ്രണ്ടിന് ഐഫോൺ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അമ്മയുടെ കമ്മൽ മോഷ്ടിച്ചു എന്നാ. അമ്മ കുളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ കല്യാണത്തിന് പോയിട്ടോ അമ്പലത്തിൽ പോയിട്ടോ വലിയ പിന്നെ കുട പോലെ നല്ല തൂക്കമുള്ള പിന്നെ എനിക്കതിൻ്റെ പേരറിയില്ല, കൊടുക്കെടുക്കണമല്ലോ, കുടമാതിരി ഉള്ളത്. ആലോചിച്ച് നോക്കണം. എത്ര വയസ്സിൽ? 9 വയസ്സിൽ. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ 9, 5, 14, ഒരു 14-15 വയസ്സുകാരൻ. അവൻ ഒരു ക്രിമിനലായിട്ട് മാറി. അതാണ് ഭാഗവതം പറയണത്, അല്ലെങ്കിൽ വേദാന്തം പറയണത്. അച്ഛനമ്മ സമ്പാദിച്ച് വെച്ചത് ലൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളവരാണ് അവരവരുടെ കുട്ടികൾ. ശരിയല്ലേ? 10-16 വയസ്സിൽ പെൺകുട്ടി അച്ഛനമ്മേനെ വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സ് എത്ര പാപഭംഗിലമായിരിക്കണം. ഈ ലവ്, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മാനദണ്ഡമുണ്ട്. അതെപ്പോഴും ഡിവൈനായിരിക്കണം. എന്താ ഡിവൈനായിരിക്കണം എന്ന് പറഞ്ഞാൽ ശരീരത്തിലല്ല, ശാരീരിക കാര്യത്തിലല്ല ആഗ്രഹിക്കേണ്ടത്. ഇഷ്ടപ്പെട്ടോളൂ, കല്യാണം കഴിച്ചോളൂ. ഇതൊന്നുമല്ല. അപക്വയോഗ്യതൻ ചിത്തം സ്ത്രീ സംഘം പൂണ്ട പോലവേ മഴയേൽക്കുകിലും മാഴുകയില്ല ശോഭിച്ചു പർവ്വതം. ഇന്നലെ ഇതേപോലത്തെ ഒരു പിന്നെ സിമിലർ അർത്ഥമുള്ളതെന്ന് വന്നു. എന്താ, മഴ കൊണ്ട് മണ്ണ് കുളിർക്കും, പാറ കുളിർക്കില്ല. പാറ അതിൻ്റെ നിറം കറുത്ത പാറയാണെങ്കിൽ അതിന് ആ നിറം കൂടും, അത്രയേ ഉള്ളൂ. അതേപോലെയാണ് മഴയേൽക്കുകിലും മാഴുകയില്ല ശോഭിച്ചു പർവ്വതം. പർവ്വതം, മരങ്ങളൊക്കെ പുഷ്ടിപ്പെട്ട് ഒന്നുകൂടി കനക്കും. ദുഃഖങ്ങളാർന്നും ഭഗവത് ഭക്തോത്ത സംഘങ്ങൾ പോലവേ ദുഃഖങ്ങളാർന്നും ഭഗവത് ഭക്തോത്ത ഭക്ത ഉത്ത സംഘങ്ങൾ എന്നാണ്. ഭക്തോത്തംസങ്ങൾ, ഹംസങ്ങൾ എന്നാണ്. ഭക്തോത്ത ഹംസങ്ങൾ പോലവേ. ഭക്തോത്ത ഹംസങ്ങൾ എന്ന് പറഞ്ഞെന്താ? ഹംസങ്ങൾ എന്ന് പറഞ്ഞെന്താ? അരയന്നങ്ങൾ. അരയന്നങ്ങളുടെ ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ വാത്തല്ല കേട്ടോ. വാത്ത് എന്ന് പറഞ്ഞതും അരയന്നം പറഞ്ഞുകൊണ്ട് വളരെ വ്യത്യാസമുണ്ട്. അരയന്നം എന്ന് പറഞ്ഞാൽ വെളുത്തിരിക്കും. അവരെ നല്ല ശുദ്ധജലത്തിലേ ഉണ്ടാവുള്ളൂ. ഇനി ശുദ്ധജലത്തിൽ തന്നെ ആണെങ്കിലും അവർ പിന്നെ വാത്തൊക്കെ വേംസിനൊക്കെ തിന്നും. അവർ ശുദ്ധവെള്ളം മാത്രമേ കഴിക്കുള്ളൂ. അത് ചളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാൽ ഒഴിച്ച് കൊടുത്താൽ പാല് കുടിച്ചിട്ട് വെള്ളം ഒഴിവാക്കുക അവർക്ക്. അത് താടയിൽ അവർക്കൊരു വാൾവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അതിനെ ബയോപ്സി ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ദുഃഖങ്ങൾ ഉണ്ടായാലും ഭഗവതോത്തമന്മാരെ പോലെ പിടിച്ചു നിൽക്കണമെന്ന്.
പർവ്വതത്തിനെ പോലെയെന്ന് ഹരിദാസ്. ഇതാണ്. അപ്പോൾ നമ്മൾ സാമാന്യന്മാരാവരുത്, സാമാന്യന്മാരെക്കാൾ മേലെ. അതാണ് ഇവിടെ ഭക്തോത്ത ഹംസങ്ങൾ തന്നെയാണ്. നടന്നിടാതെ മാർഗങ്ങൾ പുല്ലുമൂടി മറഞ്ഞു പോയി, അല്ലേ? വേനൽക്കാലത്ത് നടന്ന വഴി കാണും, മഴക്കാലത്ത് കാണില്ല, പുല്ല് വന്ന് കൂടും. അപ്പം ഇതൊക്കെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഈ ഭാവം കിട്ടില്ല. അവർ നാരായണീയം കാണാണ്ട് പഠിച്ച് ചെല്ലും, പട്ടുസാരിയൊക്കെ കൊടുത്ത്. ഞാൻ പറയുമ്പോൾ എല്ലാം പറയും. ഇപ്പം കൾച്ചർ അതാണ്. ഭാഗവതം വേണ്ടായിരിക്കും. കാരണം എന്താ, അതിന് കനം കൂടും, പേജുകൾ കൂടും, എടുത്താൽ പൊന്തില്ല എന്നൊക്കെയാണ്. എന്നാൽ ഭാഗവതത്തിനേക്കാൾ 3-4 ഇരട്ടി വലുപ്പമുള്ള പട്ടിക്കുട്ടീനെ എടുത്ത് ഒരു കൈ കൊണ്ട് എടുത്ത് ഒരു കൈ കൊണ്ട് താടിയൊക്കെ തലോടി കൊടുത്ത് തലയൊക്കെ തലോടി കൊടുത്ത് അതിൻ്റെ രോമങ്ങൾ ചീന്താനും അത് വെട്ടി കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് പേപ്പറിലിടാനും അവർ മരിച്ചാൽ റീത്ത് വയ്ക്കാനും ഓർബിച്ചറി ചെയ്യുന്നു, എന്താ പറയുക, അനുസ്മരണ പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. കയ്യിൽ കാശുണ്ട്, ദമ്മ്, അഹങ്കാരം, അച്ഛനമ്മയെ നോക്കിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇവിടെ നടന്നിടാതെ മാർഗങ്ങൾ പുല്ലിമൂടി മറഞ്ഞുപോയി, കലികാലത്ത് വിപ്രന്മാരോതാത്ത മറ പോലവേ. മറ എന്ന് പറഞ്ഞ വേദം എന്നർത്ഥം. ഈ ചാതുർമാസ്യം എന്തിനുള്ളതാ? പഠിപ്പ് ഒന്നുകൂടി കൂട്ടാനാണ്. വേദമാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവർ ഉപനിഷത്തുകൾ വേദങ്ങളൊക്കെ പഠിക്കാൻ നല്ല കാലമാണ്. കാരണം എന്താ, നല്ല ക്ലൈമറ്റ്. ഈ അമ്പലങ്ങളിലൊക്കെ വാതിൽമാടം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ബ്രാഹ്മണിക്കൽ സംസ്കാരങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ളതാണ്. സന്ധ്യാസമയത്ത് പിന്നെ മഴ പെയ്യുമ്പോൾ ചുറ്റമ്പലത്തിലാണ് സാധാരണ ചില ക്ഷേത്രങ്ങളിൽ ഭഗവതി സേവയൊക്കെ ചെയ്യുക. അപ്പോൾ മഴക്കാലത്ത് വെച്ച് നൈവേദ്യം അതേപോലെയുള്ള ഭഗവത് സേവയൊക്കെ പിന്നെ ക്ഷേത്രം ഇപ്പോൾ കിഴക്കോട്ട് നടയാണെങ്കിൽ വലതുഭാഗത്തെ വളക്കുമാടത്തിൽ പിന്നെ വളക്കുമാടം പുറത്ത്. അപ്പം ഇതെല്ലാം ശാസ്ത്രീയമായ രീതിയിൽ ഉള്ളതാണ് ക്ഷേത്രങ്ങൾ. അതിനെ ധിക്കരിച്ചും കൊണ്ട് ഒരു മാള് പോലെ ആക്കി നമ്മുടെ പിടിപ്പുകേടുകൾ. ശാന്തിയും അശാന്തിയാണ് ഇപ്പം അമ്പലത്തിൽ പോയാൽ. കമ്മിറ്റിക്കാർ മാറി മാറി കമ്മിറ്റിക്കാർ വരുമ്പോൾ അവരുടെ മസിൽ പവർ ആൻഡ് മണി പവർ ആൻഡ് ബാഡ് ഇൻ്റലിജൻസ്, നല്ല ഇൻ്റലിജൻസ് അല്ല, ബാഡ് ഇൻ്റലിജൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള വെന്യൂവായിട്ട് മാറി. അതുകൊണ്ട് പറയണു, കലികാലത്ത് വിപ്രന്മാരോതാത്തമറ പോലവേ. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം, വേദം ചൊല്ലിക്കൊണ്ടിരിക്കണം, പഠിച്ചത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം ഞാൻ ഭാഗവതാചാര്യനാണ് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നാൽ പറ്റില്ല. ഇപ്പം ഞാൻ അമേച്ചറായിരുന്നു, ഇപ്പം ഞാൻ അതൊന്നും പുറത്ത് പോകണില്ല. ഞാൻ കുറച്ച് കാലം കഴിഞ്ഞാൽ മടിയനാവും, ഞാനൊരു അസുഖമുള്ള ആളാവും. അതിനിടവരുത്താതെ കണ്ട് സദാസേവ്യ എന്നുള്ള പ്രമാണത്തിന് ഞാൻ മുറുകെ പിടിക്കണം. അപ്പോഴാണ് ഇതിൽ അതിശയകരമായിട്ടുള്ള റിസൾട്ട് നമ്മൾക്ക് ഉണ്ടാവും. മിന്നൽ കൊടികൾ മന്നാകെ വർഷിക്കും പങ്ക്തിയിൽ, മിന്നൽ കൊടികൾ മന്നാകെ വർഷിക്കും മേഘപങ്ക്തികൾ. ഈ മേഘങ്ങൾ കൂട്ടിമുട്ടുമ്പോഴാണ് ഇടിവാൾ മിന്നണത്. അതിന് ശബ്ദം മെല്ലെ കേൾക്കുള്ളൂ. താങ്ങീല കരുണാശീലന്മാരിൽ കാമിനി പോലവേ. ബൈ ഗോഡ്. അപ്പോൾ വർഷിക്കും മേഘപങ്ക്തികൾ തങ്ങീല കരുണാശീലന്മാരിൽ കാമിനി പോലവേ. അതായത് ഈ മേഘങ്ങൾ ഗർജിക്കും, ശബ്ദം ഉണ്ടാവും, മിന്നലുണ്ടാവും, പിന്നെ ശബ്ദം ഉണ്ടാവും. അതുപോലെ കരുണാശീലന്മാരിൽ കാമിനി പോലവേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർക്ക് ഇത് പ്രശ്നമല്ല. ആരെ?
കരുണാശീലന്മാരിൽക്ക് കാമിനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ദുർബല ഹൃദയന്മാരാണെങ്കിൽ കാമിനിമാർക്ക് പലതും നേടാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ ഒരു 8-10 വയസ്സിൽ ഫ്രീ ആയിട്ട് കിട്ടുകയാണ് നമുക്ക്. അപ്പോൾ നേരാവാൻ പല മാർഗങ്ങളും ഉണ്ട് ആൾക്കാർക്ക്. എല്ലാം അച്ഛനമ്മമാരെ അറിഞ്ഞ് ശിക്ഷിച്ചോളണമെന്നൊന്നുമില്ല. എൻ്റെ അച്ഛൻ 22ാമത്തെ വയസ്സിലും മരിച്ചു. പക്ഷേ നല്ലപ്പൻ കാലത്ത്, ആ കുട്ടിക്കാലത്ത് അദ്ദേഹം ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഉപദേശ ശകലങ്ങൾ വർഷിച്ചിട്ടുണ്ട്. വലിയ ഇടുപ്പ് ഈ അഗ്രശാലയും അതേമാതിരി പത്തായപ്പരൊക്കെ വലിയ മുട്ടൻ ജനലുകൾ. അപ്പോൾ മഴക്കാലമായ കാറ്റടിക്കുമ്പോൾ പുഴക്കാണ്, കട്ടാന്ന് ജനലൊക്കെ അടയ്ക്കും. അപ്പോൾ പെട്ടെന്ന് ആകെ 3 ലൈനേ ഉള്ളൂ. ഒന്ന് പടിപ്പുറത്ത്, ഒന്ന് പിന്നെ പടിക്കൽ ഗോപുരവാതിലെന്ന് പറയും അവിടെ, പിന്നെ ഒന്ന് പുഴയ്ക്കും അമ്പലത്തിലേക്കും പത്തായപ്പുരയിലേക്കും അഗ്രശാലയ്ക്കും പോകുന്നൊരു സന്തുണ്ട്, അവിടെ ഒരു ബൾബ്, പിന്നെ പുഴ കടവിലൊരു ബൾബ്. ഇങ്ങനെ 3 ബൾബേ ഉണ്ടായിരുന്നുള്ളൂ ഈ പടിഞ്ഞാറേമഠം ദേവസ്വത്തിന്. അതും ഒരാൾ ഓഫർ ചെയ്തതാണ്. അതിൻ്റെ ചെറിയൊരു കാശ് മാത്രമേ നമ്മൾ അടയ്ക്കേണ്ടിയിരുന്നുള്ളൂ അന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കാറ്റടിച്ച് ഈ ലൈറ്റ് ഓഫായാലാണ് പിന്നെ തീപ്പെട്ടി തരിക. അന്ന് സിഗരറ്റ് ലൈറ്റർ അത്ര സുലഭമല്ല. അപ്പോൾ അച്ഛൻ പറയും, പോയി ജനലുകളൊക്കെ അടച്ചിട്ട് പാടാണ്. അപ്പോൾ പേടിയുണ്ടാവും. അങ്ങനെ ആ കുട്ടി ഒരു 6-7-8 വയസ്സ് സമയം. അപ്പോൾ പേര് വിളിച്ചുകൊണ്ടിരിക്കും, രാജഗോപാല. ആ ശബ്ദം നാദം ബ്രഹ്മമാണെന്ന് ഇപ്പം എനിക്ക് നന്നായിട്ട് പറയാം. അപ്പോൾ ഭയമില്ലാതെ കണ്ടാക്കാൻ ഈശ്വരനാമങ്ങൾ ജപിക്കുക. അപ്പം നമ്മുടെ പേരുകൾ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ ഉറക്കെ വിളിക്കുമ്പോൾ ഏത് ഇരുട്ട് കൂടി നമുക്ക് പോയി കാര്യം സാധിച്ച് വരാൻ പറ്റും. ഇതിലില്ല, ഇത് എൻ്റെ ഒരു പരിചയം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലായില്ലേ? അപ്പോൾ ഗുണിയാം വെണ്ണിൽ മഴവിൽ ഓർക്കിൽ നിർഗുണമെങ്കിലും, ഗുണിയാം വെണ്ണിൽ ആകാശത്ത് മഴവിൽ ഓർക്കിൽ നിർഗുണമെങ്കിലും, തൊട്ട് നോക്കാൻ പറ്റില്ല, കാഴ്ചയിലുണ്ട് അല്ലേ? ഈ മഴവില്ല് കാഴ്ചയിലുണ്ട്, തൊട്ട് നോക്കാൻ പറ്റില്ല. അതുപോലെ വിളങ്ങി നിർഗുണമെങ്കിലും വിളങ്ങി ഗുണദേഹത്തിൽ നിർഗുണൻ ദേഹി പോലവേ. ഗുണദേഹത്തിൽ പ്രപഞ്ചത്തിൻ്റെ ശക്തിവിശേഷമായ തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം അല്ലേ? അത് ദേഹത്തിൽ, ഗുണദേഹത്തിൽ നിർഗുണൻ, ഈശ്വരൻ അർത്ഥം. നിർഗുണൻ ആരാ? ഈശ്വരൻ. ശരീരത്തിൽ ഇതൊന്നും ഇപ്പം നിങ്ങൾക്ക് മലയാളം വായിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ 29ാമത്തെ വർഷത്തിൽ 29 വർഷം കഴിഞ്ഞു ഞാൻ ഗുരുനാഥനായിട്ട് കണ്ടുമുട്ടിയിട്ട് 95. അപ്പോൾ 95 2005, ഈ 24/5/29 കർക്കിടക മാസത്തിലായിരുന്നു. കർക്കിടക മാസം കഴിഞ്ഞുല്ലോ. അപ്പോൾ ഈ 29 കൊല്ലം ഞാൻ ഈ ഗ്രന്ഥങ്ങളായിട്ടുള്ള കോണ്ടംപ്ലേഷൻ കാരണമാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് മലയാളികളാണെന്ന് അഭിമാനിക്കണു. മലയാളം ഉണ്ടാവും ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഒരാൾ പ്രാരബ്ധങ്ങളെ തകിടം മറിക്കാൻ, പ്രാരബ്ധങ്ങളെ നിരാകരിക്കാൻ ഈശ്വരനെ ഉപാസിക്കുന്നുണ്ടാവും. അവർക്ക് എങ്ങനെ ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവുക? ഈ സബ്ജക്റ്റിൻ്റെ ഗ്രാവിറ്റി എങ്ങനെയാണ് മനസ്സിലാവുക? അർത്ഥതലങ്ങൾ എങ്ങനെ അവർ മനസ്സിലാവുക? അതുകൊണ്ടാണ് പറഞ്ഞത്, ഗുണിയാം വെണ്ണിൽ മഴവില്ലോർക്കിൽ നിർഗുണമെങ്കിലും വിളങ്ങി ഗുണദേഹത്തിൽ നിർഗുണൻ ദേഹി പോലവേ തൻ തൂനിലാവാൽ മിന്നീടും മേഘത്താൽ മൂടിവാർമതി. തൻ തൂനിലാവാൽ, ആരെ? ചന്ദ്രൻ. തൻ തൂനിലാവാൽ മിന്നീടും മേഘത്താൽ മൂടി വാർമതി. ചന്ദ്രനെ മറയ്ക്കാൻ പറ്റും. ആർക്ക്? കാർമേഘത്തിന്.
തൻ കാന്തിയാൽ ചിന്നും അഹന്തയിൽ ആത്മാവ് പോലവേ. തൻ കാന്തിയാൽ ചിന്നും അഹന്തയിൽ ആത്മാവ് പോലവേ. അവരവരുടെ ഉള്ളിലെ ആത്മാവിനെ അവരവരുടെ അഹന്ത മറയ്ക്കുന്നത് പോലെ. 1 കോടി രൂപ ബെറ്റ് വയ്ക്കാം ഒരു സാധാരണക്കാരൻ ഇത് വായിച്ചിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ. സാധാരണക്കാരൻ വെല്ലുവിളിക്കണം. 1 കോടി രൂപയ്ക്ക് വെല്ലുവിളിക്കാം. അഹങ്കാരം കൊണ്ടല്ല, തനിമ കൊണ്ടാണ് പറഞ്ഞത്. പറഞ്ഞോ. തൻ തൂനിലാവാൽ മിന്നീടും മേഘത്താൽ മൂടി വാർമതി തൻ കാന്തിയാൽ ചിന്നും അഹന്തയിൽ ആത്മാവ് പോലവേ. മഴക്കാർ കണ്ടു മോദിച്ചു മയൂരങ്ങൾ. എന്താ മഴക്കാർ കണ്ടാൽ സന്തോഷിക്കുന്ന ജീവിയാണ് നമ്മുടെ ദേശീയ പക്ഷി മയിൽ. മഴക്കാർ കണ്ടു മോദിച്ചു മയൂരങ്ങൾ പലതരം മടുപ്പാർന്ന ഗൃഹസ്ഥന്മാർ ഭക്തനെ കണ്ട പോലവേ. അയ്യോ എൻ്റെ മോൻ്റെ ശിവ എന്ന് പറയട്ടെ പോയ. മടുപ്പാർന്ന ഗൃഹസ്ഥന്മാർ ഭക്തനെ കണ്ട പോലവേ. എന്താർത്ഥം? ഇപ്പോൾ കുചേലോപാഖ്യാനം എന്നുള്ള കഥ പറയുമ്പോൾ ആൾക്കാർ കുറേ കൂടി ശ്രദ്ധിക്കും. കാരണം എന്താ, കുചേലൻ എങ്ങനെയാണ് ധനവാനായത്? അപ്പോൾ അദ്ദേഹം ജീവിതം തുടക്കം മുതൽ അന്ത്യം വരെ ഈശ്വരനെ ഉപാസിക്കുകയാണ് എന്നുള്ളത് ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കില്ല. ഒരു കിഴി അവിൽ വച്ചാൽ ഭഗവാൻ സന്തോഷാവും. 25 ഉറുപ്പ്യയ്ക്ക് ഒരു ചീട്ട് കൊടുത്തോളൂ, ഒരു പൊതി വാങ്ങി ഇവിടെ വെച്ചോളൂ. 25 ഉറുപ്പ്യ പിന്നെ കോർപ്പസ് ഫണ്ട് കമ്മിറ്റിക്ക്, 10 ഉറുപ്പ്യെങ്കിലും ആചാര്യം ഇത് കൊടുക്കുമ്പോൾ ദക്ഷിണ കിട്ടാണ്ടിരിക്കില്ല. അതല്ല, അവിൽ പൊതി അവിടെ ഇരിക്കട്ടെ. ടു വാട്ട് എക്സ്റ്റെൻറ്റ് നമ്മൾ ഈശ്വരോപാസന എന്താണെന്ന് പറയുക, സംശുദ്ധ മനസ്സോട് കൂടിയിട്ടെന്ന് അർത്ഥം പറയണം. ഇന്ന് ഞാൻ സ്റ്റണ്ടായിപ്പോയി എന്ന് പറഞ്ഞാൽ മൂലം ഭാഗവത അർത്ഥം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ മൂന്നാമത്തെ ശ്ലോകം തുടങ്ങി. മൂന്നാമത്തെ ശ്ലോകം തുടങ്ങുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഭക്തി 2 തരം. എന്താ 2 തരം ഭക്തി? ഒന്ന് ശുദ്ധഭക്തി, ഒന്ന് അശുദ്ധ ഭക്തി. എന്താ അശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ? അശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഈശ്വരനെ പ്രീതിപ്പെടുത്തുക. അത് അശുദ്ധ എന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ ആരെങ്കിലും ഒരു സപ്താഹ വേദിയിൽ കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല, കേൾക്കാൻ പറ്റില്ല. കാരണം അതാണ് ഇപ്പോഴത്തെ സപ്താഹം. അപ്പോൾ ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും ആഗ്രഹിക്കാതെ കണ്ട് തൻ്റെ കടമകളും കടപ്പാടുകളും ഈശ്വരോപാസനയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് അന്നദാനം കൊടുക്കണതും 50,000 രൂപ അന്നദാനം കൊടുക്കണതും സത്യത്തിൽ 50,000 കൊടുക്കുന്ന ആളുടെ മനസ്സ് ഞാൻ കോടീശ്വരനാണ്, എനിക്കത് അഫോർഡ് ചെയ്യാം, 100 ഉറുപ്പ്യ കൊടുക്കുന്ന ഒരു സാധാരണക്കാരനത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അഹങ്കരിച്ചാൽ അവൻ്റെ 50,000 അശുദ്ധ ഭക്തിയാണ്. സാധാരണക്കാരൻ്റെ 100 രൂപ ശുദ്ധഭക്തിയാണ്. ഇത്രയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം പ്രൊഫഷനിൽ. പക്ഷേ കമ്മിറ്റിക്കാരെന്താ ചെയ്യുക? 50,000 കൊടുക്കണവർക്ക് പൊന്നാട ചാർത്തണം, തൂശയിലയിൽ പിന്നെ കുങ്കുമം, പിന്നെ കളഭം, ഭസ്മം, താമരയുടെ 2 ഇതള് കൂടി ഇട്ടിട്ട് വേണം കൊടുക്കാനാണ്. പിന്നെ 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ വിൽക്കുന്ന പായസം അതൊരു പാക്കറ്റ്. ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മഴക്കാർ കണ്ടു മോദിച്ചു മയൂരങ്ങൾ പലതരം മടുപ്പാർന്ന ഗൃഹസ്ഥന്മാർ ഭക്തനെ കണ്ട പോലവേ. നുകർന്നുള്ളൂ
ഉള്ളൂടെ അമൃതം തളിർത്തു വനരാജികൾ ഉള്ളൂടെ അമൃതം. അതായത് ഇവിടെ വർഷക്കാലത്തിനെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ വെള്ളത്തിന് അമൃതമെന്നാ, ഭൂമിയിൽ അമൃതമാണ് ജലം. അപ്പം നുകർന്നുള്ളൂടെ അമൃതം തളിർത്തു വനരാജികൾ. ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ വേരുകൾ വെള്ളത്തിനെ പിടിച്ച് ഈ മരത്തിനെ കിളിർപ്പിക്കും. അതാണ് നുകർന്നുള്ളൂടെ അമൃതം തളിർത്തു വനരാജികൾ. കൂട്ടത്തോടു കൂടി അവിടെ വനം വൃക്ഷങ്ങൾ കൂട്ടത്തോട് രാജി അവിടെ വനരാജികൾ എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ പേരല്ല, വൃക്ഷങ്ങളുടെ കൂട്ടം നടത്തും. അതേതുപോലെ കാമം കൈവന്നുടൻ താപമാങ്ങേ നീങ്ങിയ പോലവേ. കാമം ആഗ്രഹം നടത്തുള്ളൂ, അവിടെ തെറ്റായിട്ടുള്ള ആഗ്രഹം പറഞ്ഞിട്ടില്ല. ഈ കാമം എന്ന് പറയാൻ രണ്ടെണ്ണം ഉണ്ട്, ഡിവൈനും ഉണ്ട്, മെറ്റീരിയലിസ്റ്റിക്കും ഉണ്ട്. മെറ്റീരിയലിസ്റ്റിക് കാമം മോശമാണ്. വാക്കുകൾ ആ വാക്കുകളോടൊപ്പം നിൽക്കുന്ന വാക്കുകൾക്കും അതിനോടുള്ള ആറ്റിറ്റ്യൂഡും ഡിഫേഴ്സ്. അപ്പോൾ കാമം കൈ വന്നുടൻ താപമാങ്ങ നീങ്ങിയ പോലവേ. താപം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാവുന്ന ഭയം വരുമ്പോൾ ശരീരത്തിന് ചൂടുണ്ടാവും, വർക്കും. സങ്കടം വരുമ്പോൾ നമ്മൾക്ക് ഗദ്ഗതം വരും, നല്ല ഗദ്ഗതമല്ല, ചീത്ത ഗദ്ഗതം. അപ്പം കാമം കൈ വന്നുടൻ താപമാങ്ങ നീങ്ങിയ പോലവേ. ഇപ്പം ഭാഗവതം ഞാൻ വായിച്ച് പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് താപമാങ്ങ നീങ്ങിയ പോലവേ. എനിക്ക് താപങ്ങളില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? എനിക്ക് ത്രിവിധമായ താപങ്ങളില്ല. പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ ഇല്ല. എനിക്ക് കുട്ടികൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ പതറാത്ത ആളായി മാറി. കാരണം എന്താ? ഞാൻ പതറിയിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ 2 കുട്ടികളും അന്യദേശത്താണ്. മോനാണെങ്കിൽ എക്സെപ്ഷനലി കൂടുതൽ യാത്ര ചെയ്യുന്ന ആളാണ്. വന്നത് വരും, വരാൻ പറ്റത് വഴിക്ക് തങ്ങില്ല. അപ്പോൾ ആപത്ത് വരുന്നു വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭക്തന്മാർ അല്ലെങ്കിൽ ഭക്തോത്തമന്മാർ ദി വേഴ്സ്റ്റ് എക്സ്പെക്റ്റേ ചെയ്യുള്ളൂ. എന്താ ദി വേഴ്സ്റ്റ്? ബാഡ്, പിന്നെന്താ പറയുക, ബിറ്റർ, വേഴ്സ്റ്റ് അങ്ങനെ എന്തോ പറയും. അതായത് 3 ഉണ്ട്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് പറഞ്ഞ മാതിരി ദി വേഴ്സ്റ്റ്. ബാഡിൻ്റെ ഏറ്റവും മോശമാണ് വേഴ്സ്റ്റ്. അപ്പോൾ ആ വേഴ്സ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുമ്പോൾ പ്ലസ്സായിട്ട് ഒരു പോയിൻ്റ് പ്ലസ് ആണെങ്കിലും എന്തായി സന്തോഷിക്കാൻ പറ്റും. അതിന് അങ്ങേ അറ്റത്ത് എത്തണം. ഈശ്വരാധീനം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ പതറേണ്ട ആവശ്യമില്ല. ഈ പതർച്ച ആപത്താണ്. ചിലവരുണ്ട് ഒരൊറ്റ ഇക്കട്ട, പിന്നെ ഒരു 20 കൊല്ലം 25 കൊല്ലം കോമയിലാ ജീവിച്ചിരിക്കുന്നവർ വിഷമിച്ചില്ലേ? ആലോചിച്ച് നോക്കൂ. എത്രയോ കേസുകൾ എനിക്കറിയാം, എത്രയോ കേസുകൾ. ചില എന്താണെന്നാ പറയുക, അപ്പർ ക്ലാസ് ആൾക്കാർ, സൊസൈറ്റിയിലെ അപ്പർ ക്ലാസ്, അവർക്ക് ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് വേണ്ടി വന്നു ഒരാൾക്കെന്ന് വിചാരിക്കുക. ദി വേഴ്സ്റ്റ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കൂട്ടക്കാരായാൽ ചിലവരുടെ ബ്രെയിൻ ഔട്ടാവും. ബ്രെയിൻ ഔട്ടായാൽ പിന്നെ എന്താ ചെയ്യുക? നമ്മളെ സിമ്പതി കൊണ്ട് ശുശ്രൂഷിക്കേണ്ട ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് സിമ്പതിയിൽ ശുശ്രൂഷിക്കേണ്ടി വരും. ഇതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇവിടെ ചേർമുള്ളെഴുമിടം തന്നെ കുളക്കോഴികൾ വാഴുകയാം. മൈ ഗോഡ്! ഈ വള്ളിപ്പടരുകൾ ജാസ്തിയുള്ള സ്ഥലത്താണ് ഈ കുളക്കോഴികൾ ഉണ്ടാവുക. ഈ ചതുപ്പ് നിലം, പുഴയോട് അനുബന്ധിച്ചിട്ട് ഉള്ള ചതുപ്പ് നിലങ്ങളുണ്ട്. അവിടെ എപ്പോഴും ഇരുട്ടായിരിക്കും.
അവിടെ ധാരാളം വള്ളിപ്പടലുകളുണ്ടാവും, മനുഷ്യന്മാർക്ക് പോകാൻ ദുർനിമിത്തമാണ്. പക്ഷെ ഈ കുളക്കോഴികൾ അവിടെ വാഴുക. ഈ കുളക്കോഴികളെ കാലം കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പണ്ടത്തെ കാലത്ത് ശപിച്ചിരുന്നു, പേടിക്കും ചിലവർ. അപ്പോൾ ചേർമുള്ളെഴുമിടം അവിടെ മുള്ളുമുണ്ട് ചേറുമുണ്ട്. ചേർമുള്ളെഴുമിടം തന്നെ കുളക്കോഴികൾ വാഴുകയാം, തിരക്കെന്നും ഒതുങ്ങാത്ത വീട്ടിൽ പ്രാകൃതർ പോലവേ. തിരക്കൊഴിയാത്ത വീടുകളുണ്ട്, തിരക്ക് ഒഴിയാത്ത വീടുകൾ, വലിയ വീട്, ധാരാളം ആൾക്കാർ താമസിക്കുക. അവിടെ പ്രാകൃതർ പോലവേ. എന്താ അങ്ങനെ പറഞ്ഞാൽ ഈ ജോലിക്കാർ മുഴുവൻ കൃത്യസമയത്ത് ജോലി ചെയ്ത് തീർക്കാൻ കഴിവുള്ളവരായിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ആൾക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അന്നപാനാദികൾ വിസ്തരിച്ച് കൊടുക്കാനും അതായത് ഉടുവസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അവരുടെ പ്രീതി നോക്കിയാൽ മാത്രമേ നല്ല ജോലിക്കാരെ കിട്ടൂ. അല്ലെങ്കിൽ കാശ് ധാരാളം കൊടുക്കും വേണ്ടി വരും. അവരെ പ്രാകൃതന്മാരെ പോലെ എവിടെ ഏത് തുണി കൊണ്ട് തുടയ്ക്കണം, എങ്ങനെ തുടയ്ക്കണം അറിയില്ല അവർക്ക്. ഇപ്പോൾ വീട് വലുതായിട്ട് കാര്യമില്ല, അത് വേണ്ട പോലെ ഗൗരവത്തോടു കൂടി അപ്കീപ്മെൻ്റ് എന്ന് പറയും, മെയിൻ്റനൻസ്, ദാറ്റ് ഈസ് എ മസ്റ്റ്. അപ്പോൾ ഇതൊക്കെ പ്രാക്ടിക്കൽ ഇതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചേർമുള്ളൊഴുമിടം തന്നെ കുളക്കോഴികൾ വാഴുകയാം, തിരക്കെന്നും ഒതുങ്ങാത്ത വീട്ടിൽ പ്രാകൃതർ പോലെ. ഇത് എവിടുത്തെ കാര്യമാണ് പറഞ്ഞത്? എഗെയിൻ നമ്മൾ ടെസ്റ്റെന്ന് വേർതിരിച്ച് പിന്നെ പുറത്തു പോരുത്. വൃന്ദാവനത്തിലെ മഴക്കാലത്തെ പറ്റിയിട്ടാണിത് പറഞ്ഞത്. ജലപ്രവാഹം ഇങ്ങ് പലേ ചിറതകർക്കയാം, അല്ലേ? ജലപ്രവാഹം അങ്ങിങ്ങ് പലേ ചിറതകർക്കയാം. ഇപ്പോഴാണല്ലോ ഈ കോൺക്രീറ്റ് ബണ്ടുകളും അതിൽ മരത്തിൻ്റെ പാത്തികളും ഷട്ടറായിട്ട് വെച്ചിട്ടുണ്ടാവും. കുറച്ചുകൂടി വലിയതാണെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ പാത്തികളാവും. ഇപ്പോൾ കൂടുതൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടുള്ളതൊക്കെ മെഷീൻ കൊണ്ട് തുറക്കുന്ന ചീർപ്പുകളാവും. അപ്പം നാടൻ രീതിയിൽ പ്രവാഹങ്ങളെ തടഞ്ഞു നിർത്തുന്നത് പണ്ടത്തെ കാലത്ത് മുളകൾ അടിച്ച് താഴ്ത്തും, എന്നിട്ട് അതിൽ വിലങ്ങനെ മുളകളോ കവുങ്ങൊക്കെ കെട്ടും, എന്നിട്ട് പനമ്പട്ടിയും തെങ്ങുപട്ടൊക്കെ വെച്ച് ഒരു കനത്തിൽ ആക്കിയിട്ട് കല്ലും മണ്ണും അല്ലെങ്കിൽ മണലും ചാക്കിട്ട് തടുക്കും വെള്ളത്തിനെ, പാടത്തൊക്കെ. ഐ ആം ദി ബ്ലെസ്ഡ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ ഞാനൊരു ക്ഷേത്രത്തിൽ വളരെ കാരണം ക്ഷേത്രത്തിൽ നിന്ന് പാത്രങ്ങളൊക്കെ വിവാഹത്തിനും അടിയന്തരങ്ങളൊക്കെ കൊണ്ടുപോകും. കാശ് കൊടുക്കണ്ട, അന്നൊന്നും കാശ് വാങ്ങിയില്ല ആയിരുന്നു, ഒരു സർവീസാണ്. അത് കൊണ്ടുവന്നാൽ നല്ല വസ്ത്രം കൊണ്ട് പാത്രം തുടച്ച് നോക്കും, ചളി ഉണ്ടെങ്കിൽ ഒന്നുകൂടി കഴുകോളൂ കേട്ടോ പറയും. അത് ബോസിസല്ല, അത് വസ്തുക്കൾ കേട് വരാതെ കണ്ടിരിക്കാൻ, അല്ലേ? അങ്ങനെ അത് യുക്തിപൂർവം ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കാത്ത ഒരു 8-10 കിലോമീറ്റർ നമ്മൾ നടക്കാത്ത പാടമില്ല ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. പൂരം കാണാൻ, പ്രതിഷ്ഠാകർമ്മത്തിന്, അങ്ങനെ പലതിനും. അപ്പോൾ ജലപ്രവാഹം അങ്ങിങ്ങ് പലേ ചിറകൾ തകർക്കയാം, കലികാലത്തു ദുര്യുക്തി സദാചാരങ്ങൾ പോലവേ. അതായത് കലികാലത്ത് സദാചാരങ്ങളെ പമ്പ കടത്തും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ദുഷ്കീർത്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്നർത്ഥം. മനസ്സിലായോ? എന്നാലും കാറ്റിനാൽ മേഘം വേണ്ടേടം പെയ്തു ജീവനം നല്ലോരോതും വിധം ഭൂപൻ ദ്രവ്യം നാട്ടിനു പോലവേ. മൈ ഗോഡ്. എന്നാലും കാറ്റിനാൽ മേഘം വേണ്ടേടം പെയ്തു ജീവനം. അവിടെ ജീവനം എന്നുള്ളതിന് മഴ എന്നർത്ഥം, വെള്ളം എന്നർത്ഥം. ജീവനം, ജീവിക്കാനുള്ള അമൃതാണ്. അപ്പോൾ കാറ്റുകൊണ്ട് തന്നെ മേഘം വേണ്ട സ്ഥലത്ത് മഴ പെയ്യിക്കുന്ന കാലം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്.
ഇപ്പം നമ്മളൊക്കെ അങ്ങനെ ആകാശത്ത് ഇപ്പോൾ ഒരു നല്ല മഴ വരുന്നുണ്ട്, പെയ്താൽ നന്നായിരുന്നു. അതന്നെ നെഗറ്റിവിറ്റി, എവിടെ പെയ്യില്ല എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു, അത് കാറ്റടിച്ച് പോവും. അപ്പം നമ്മളൊരു പോസിറ്റിവിറ്റിയിൽ ഇരുന്നാൽ കാര്യങ്ങളൊക്കെ നടക്കും. പോസിറ്റിവിറ്റിയിലിരിക്കണം. വരുമ്പോൾ വരും, ഭഗവാൻ ചതിക്കില്ല നമ്മളെ എന്നൊരു താല്പര്യം ഉണ്ടാവണം. എന്നാലും കാറ്റിനാൽ മേഘം വേണ്ടേണം പെയ്തു ജീവനം, നല്ലോരോതും വിധം ഭൂപൻ ദ്രവ്യൻ നാട്ടിന് പോലവേ. അതേതുപോലെ സജ്ജനങ്ങൾ രാജാവിനോട് പറയും, ഇന്ന പ്രദേശത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, കുറച്ച് കാശ് ചിലവാക്കിയാൽ തരക്കടില്ല. അതേപോലെ ഇപ്പം എന്തൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാവണമെന്ന് വിചാരിച്ചാൽ മനസ്സിലാവും. പക്ഷേ ലോട്ടറി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇത് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. ധനവാനാവണം. എന്നാലും കാറ്റിനാൽ മേഘം വേണ്ടേണം പെയ്തു ജീവനം, നല്ലോരോധം വിധം ഭൂപൻ ദ്രവ്യം നാട്ടിനു പോലവേ. അവിടെ നിർത്താം. ഐ എൻജോയ്ഡ്. ഇനി എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ കുറച്ചൊരു എന്താ പറയുക, പിന്നെ ലാഗിങ് ആവാം, പക്ഷേ അതിലർത്ഥങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അധികം പോർഷൻ പോയിട്ടില്ല എന്ന് എനിക്കറിയാം. ഇന്നലെ ഞാൻ അങ്ങനെയല്ല, അടിച്ച് കസർത്തി പോകാൻ പറ്റി സ്പീഡിൽ. ഇതിൽ അത് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞതിലും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എബോവ് ആൾ ക്രൈറ്റീരിയ നോക്കുമ്പോൾ ദി ബെസ്റ്റ് പോർഷനാണ്. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.